ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് മാസ്റ്റർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കും. നമ്മൾ ബേസിക് ആയിട്ടില്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രസൻറ്റ്, ആബ്സെൻറ്റ്, അതേപോലെ തന്നെ വീക്ക് ഓഫ്, നമുക്ക് കാഷ്വൽ ലീവ് എങ്ങനെയാണോ നമുക്ക് ബേസിക് സിമ്പിളായിട്ടുള്ളൊരു അറ്റൻഡൻസ് മാനേജർ നമുക്ക് എക്സലിൽ തയ്യാറാക്കാൻ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സാലറി പേറോൾ മാനേജർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ പേജിൽ എക്സൽ വിത്ത് ആഷിഫ് എന്നുള്ള പേജിൽ കയറിയിട്ട് ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഏകദേശം 2000K ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ടെംപ്ലേറ്റ്സ് ആണ്. അതായത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, എങ്ങനെ അറ്റൻഡൻസ് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടെംപ്ലേറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ. അതായത് എംപ്ലോയീൻ്റെ ID, നെയിം, പ്രസൻറ്റ്, ആബ്സെൻറ്റ്, വീക്ക് ഓഫ്, നെറ്റ് പ്രസൻറ്റ്, അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും നമുക്ക് ആ ഒരു എംപ്ലോയി പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ അല്ലെങ്കിൽ വീക്ക് ഓഫ് ആണോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പേജാണ് നമുക്ക് ആദ്യം കിട്ടുക. നമ്മളവിടെ ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് കൊടുക്കുന്നു 1/1/2025. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വേണ്ടത്, എംപ്ലോയി ID വേണം. നമുക്കിവിടെ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ടെംപ്ലേറ്റ്സ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്താ വേണ്ടത്, EMID, എംപ്ലോയി ID, നെയിം, നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ വേണമെങ്കിൽ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെയിം ആഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രസൻറ്റ് P എന്ന് കൊടുക്കുന്നു, ആബ്സെൻറ്റ് A എന്ന് കൊടുക്കുന്നു, വീക്ക് ഓഫ് ആൻഡ് NP. അതായത് P എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, ആ ഒരു വ്യക്തി എത്ര ദിവസം വന്നിട്ടുണ്ട് അത് കൊടുക്കാനാണ്. A എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, ആ ഒരു വ്യക്തി എത്ര ആബ്സെൻ്റ് ആയിട്ടുണ്ട് അത് കൊടുക്കാനാണ്. W എന്ന് പറഞ്ഞാൽ വീക്ക് ഓഫ്, സൺഡേ എത്രയുണ്ട് എന്നുള്ളത് കൊടുക്കാനാണ്. NP എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റ് അതുപോലെ തന്നെ വീക്ക് ഓഫ് കൂട്ടിയതാണ് നെറ്റ് പ്രസൻറ്റ്. ഓക്കെ, അതായത് ടോട്ടൽ ഡേയ്സിൽ നിന്ന് നമ്മുടെ ആബ്സെൻറ്റ് കുറച്ചതാണ് നെറ്റ് പ്രസൻറ്റ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ബോൾഡ് ചെയ്യുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ കാഷ്വൽ ലീവും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഡേയ്സ് വേണം. അപ്പോൾ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡേയ്സ് പ്ലസ്, ഞാൻ ആദ്യം ഈ ഒരു ഡേയ്സ് ഇവിടെ ഡയറക്റ്റ് കൊടുക്കുന്നു, ഒരു ഇക്വേഷൻ വെച്ച് കൊടുക്കുന്നു, ഈക്വൽ ടു ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളെ മന്തിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1/1/2025 കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്, ഇപ്പുറം ഇത് പ്ലസ് 1 വേണം. അപ്പോൾ 2/1. അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ള് അതുപോലെ ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. ആഷർ ഇടുന്നുണ്ട്. ജസ്റ്റ് കോളത്തിൻ്റെ വിഡ്ത്ത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. 16 നമുക്ക് കുറച്ചും കൂടെ വേണം. ഓക്കെ, 31 വരെ വേണ്ടു. 31 വരെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിത് എന്ത് വേണം, ഇവിടെ നമ്പേഴ്സ് മാത്രം മതി. അതായത് ഡേറ്റ് ഫുള്ളായിട്ട് വേണ്ട, 1, 2, 3 വരെ നമ്പേഴ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ടെക്സ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ് മാത്രം കിട്ടാനായിട്ട് ജസ്റ്റ് ഇത് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. 31 വരെ സെലക്ട് ചെയ്യുന്നു. ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഡേറ്റ് ഫോർമാറ്റ് ഉണ്ട്, ഞാൻ അതിൽ മോർ നമ്പർ ഫോർമാറ്റിലേക്ക് പോകുന്നു. ഇവിടെ കസ്റ്റമിൽ പോകുന്നു. എനിക്കെന്താ വേണ്ട, ഡേറ്റ് മാത്രം മതി. ഇതിനായി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. DD എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്കത് ഡേറ്റ് മാത്രമായിട്ട് കിട്ടി, ജസ്റ്റ് ഡേ മാത്രമായിട്ട് കിട്ടി. ഞാൻ ജസ്റ്റ് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ ഓരോ ഡേ കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, നമുക്കിവിടെ ഏത് ദിവസം എന്നുള്ളത് വരണം. അപ്പോൾ ഇത് ഏത് ദിവസം എന്നുള്ളത് വരാൻ വേണ്ടി നമുക്ക്
ടെക്സ്റ്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ടെക്സ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ, ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നമുക്ക് എന്താ വേണ്ടത്, ഡേ ആണ് വേണ്ടത്. ഡി 3 D കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എനിക്കിവിടെ ദിവസം കിട്ടിയിട്ടുണ്ട്, വെനസ്ഡേ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുന്നു, ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഓരോരോ ദിവസം കിട്ടി. ഇങ്ങനെ ദിവസം എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് വീക്ക് ഓഫ് കറക്റ്റ് തിരിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സൺഡേ വീക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, സാറ്റർഡേ സൺഡേ വീക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതൊന്ന് സെൻട്രലൈസ് ചെയ്യാം. ഞാനിത് ജസ്റ്റ് മെർജ് ചെയ്യുന്നില്ല, ഇത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഫോർമാറ്റ് സെൽസിൽ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് സെൽസ് ഉണ്ട്, അതിൽ അലൈൻമെൻറ്റ് ഇവിടെ ഹൊറിസോണ്ടൽ നിന്നില്ല സെൻറ്റർ ആക്രോസ് സെലക്ഷൻ കൊടുക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ സെൻട്രലൈസ് ചെയ്ത് കിട്ടി. അത് ഞാൻ മെർജ് ചെയ്യാണ്ട് തന്നെ സെൻട്രലൈസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബോൾഡ് ചെയ്യുന്നു, ജസ്റ്റ് ഇത് വലുതാക്കുന്നു. എന്നിട്ട് എന്താണ്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു കളറ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം. ലെറ്റേഴ്സ് വൈറ്റ് കൊടുക്കുന്നു. എനിക്കിനി ഇത് എന്താ പറയുക, മന്ത് ആൻഡ് ഇയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഇതിൽ പോയിട്ട് ഫോർമാറ്റ് സെൽസിലേക്ക് പോകുന്നു. അതായത് ഇവിടെ മോർ നമ്പർ ഫോർമാറ്റിലേക്ക് പോകുന്നു. ഞാൻ ജസ്റ്റ് കസ്റ്റമിൽ പോകുന്നു. നമുക്ക് എന്താ വേണ്ടത്, ഡേയ്സ് അവിടെ വേണ്ട, 1/1/2025 വേണ്ട, ഡേ ആദ്യം ഒഴിവാക്കുന്നു. ഇനി നമുക്കിത് ജാനുവരി 2025 വരണം. അപ്പോൾ ഇവിടെ ഒരു എമ്മും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണും, JAN 2025 ഒരു എമ്മും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ജാനുവരി 2025 എന്ന് വന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എന്തെങ്കിലും ലെറ്റേഴ്സും കാര്യങ്ങളും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. സൂട്ടബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് കൊടുക്കാം. ഇനി എന്താ വേണ്ടത്, നമുക്കിനി എംപ്ലോയിൻ്റെ കുറച്ച് IDസും അതേപോലെ തന്നെ നെയിമും വേണം. ജസ്റ്റ് ഇവിടെ ഒരു റാൻഡായിട്ട് കുറച്ച് ഒരു 20 എംപ്ലോയി ID കൊടുക്കുന്നു. നെയിം അതേപോലെ ഞാൻ നമ്മൾ നേരത്തെ ഷീറ്റിൽ നിന്ന് എടുക്കുന്നു. നിങ്ങളെ സ്ഥാപനത്തിൽ ഓൾറെഡി നെയിം ഉണ്ടാകും, അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ പ്രസൻറ്റ് P ആണെന്നുള്ളത്. നമുക്കിതൊന്ന് ഇതിനുള്ളൊരു കളർ കൊടുക്കാം. ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെഡിങ്സും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് നമ്മൾ കൊടുത്തണെങ്കിൽ എക്സൽ വിത്ത് ആഷിഫ് അറ്റൻഡൻസ് മാസ്റ്ററിന് കൊടുക്കുന്നു. കീബോർഡിന് ചെറിയ പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, എൻ്റെ ലെറ്റേഴ്സ് ചെറിയ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു ബോർഡർ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബോർഡേഴ്സ് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ബോർഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂവിൽ പോയിട്ട് ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഗ്രിഡ് ലൈൻസ് പോയി നമുക്ക് എന്ത് വേണം, ഡോട്ടായിട്ടുള്ള ബോർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമാറ്റ് സെൽസ് പോകുന്നു. ജസ്റ്റ് ഇവിടെ ബോർഡേഴ്സ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനത്തെ ബോർഡേഴ്സ് ആണോ വേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും കുറച്ച് തിക്കായിട്ടുള്ള ബോർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇന്നർ ബോർഡേഴ്സ്, ഉള്ളിലുള്ള ബോർഡേഴ്സ് ഡാഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡാഷ് സെലക്ട് ചെയ്തിട്ട് ഏതാണോ കളർ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഇവിടെ ബ്ലൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എനിക്ക് ഡോട്ടായിട്ടുള്ള ഇത് വന്നു. ഓക്കെ, ഇത്ര മാത്രമേ പണിയുള്ളൂ. ഇനി ഇവിടെ പ്രസൻറ്റ് ആബ്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്, വീക്ക് ഓഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടീഷൻസ് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഇത്രയും കോളത്തിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നമ്മളിത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഡാറ്റ ടാബിലേക്ക് നിങ്ങൾ പോവുക. ഡാറ്റ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ വാലിഡേഷൻ ഉണ്ട്. ജസ്റ്റ് ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. എനി വാല്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലിസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നമുക്ക് P, അതുപോലെ തന്നെ A, അതുപോലെ തന്നെ
വീക്ക് ഓഫ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നിട്ട് കാണാം. ഇവിടെ പിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ ഇത് കളറിൽ വരണം. പി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഗ്രീൻ കളറിൽ വരണം. എ കൊടുത്ത് ചെയ്താൽ റെഡ് കളറിൽ വരണം. വീക്ക് ഓഫ് കൊടുത്ത് ചെയ്താൽ യെല്ലോ കളറിൽ വരണം എന്ന് വിചാരിക്കുക. അത് നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എക്സലിൽ തന്നെ ഉള്ളൊരു ഫംഗ്ഷനാണ് കണ്ടീഷൻ ഫോർമാറ്റ്. ഹോം ടാബിൽ പോയിട്ട് കണ്ടീഷൻ ഫോർമാറ്റ് പോവുക, ഹൈലൈറ്റ് സെൽ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈക്വൽ ടു കൊടുക്കാം. ഈക്വൽ ടു എന്താ കൊടുക്കേണ്ടത്, എ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ വരണം. അത് ഓട്ടോമാറ്റിക് ഇവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ റെഡ് കളർ സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. സെയിം തന്നെ നമുക്ക് ഈക്വൽ ടു ഇനി പി ആണെങ്കിൽ എന്ത് വരണം, പി ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ ഇവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ഇവിടെ വീക്ക് ഓഫ് ആണെന്ന് എന്ത് വേണം, യെല്ലോ കളർ വരണം. അവിടെ യെല്ലോ കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് WO കൊടുത്തു ചെയ്താൽ ഓട്ടോമാറ്റിക് യെല്ലോ കളറിൽ വരും. അപ്പോൾ ഇത്ര മാത്രമേ പണിയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. സൺഡേ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ പോയാൽ നിൽക്കുന്ന കണ്ടീഷൻ ഫോർമാറ്റിൽ പോവാം. ഇവിടെ ഹൈലൈറ്റ് റൂൾ, ഹൈലൈറ്റ് അല്ല മാനേജ് റൂള് ഇല്ലെങ്കിൽ ന്യൂ റൂൾ ക്ലിക്ക് ചെയ്യുക. ന്യൂ റൂളിൽ യൂസ് ഫോർമാറ്റ് ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഈക്വൽ ടു കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സെല്ലിൽ നമുക്ക് സൺഡേ SUN വരുന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു എൻറ്റയർ കോളം ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ജീൻ്റെ മുമ്പിലെ $സൈൻ റിമൂവ് ചെയ്യുന്നു. ഈക്വൽ ടു ഡബിൾ ഇൻവേർട്ടർ കോമയിൽ സൺഡേ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കത് ഹൈലൈറ്റ് ചെയ്യണം. എന്തിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമുക്കിവിടെ യെല്ലോ കളർ ഇല്ലെങ്കിൽ ഏത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു കളർ ഫില്ല് ചെയ്യണം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഇവിടെ സൺഡേ എന്നുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വന്നു. സൺഡേ ഉണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഓൾറെഡി വീക്ക് ഓഫ് എന്നുള്ളത് ഇട്ടത് കൊണ്ട് വീക്ക് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യും. നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഞാൻ അതൊന്ന് ജസ്റ്റ് ഇത് സ്പീഡായിട്ട് ഫില്ല് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ഇത് സ്പീഡായിട്ട് ഫില്ല് ചെയ്ത് പോയി. അത് നിങ്ങൾക്ക് ഒരു അറ്റൻഡൻസ് എന്തായാലും ഷീറ്റ് ഉണ്ടാവുമല്ലോ, അറ്റൻഡൻസിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്യാം. ഇനി നമുക്കിതിന് ഇക്വേഷൻ കൊടുക്കണം. ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, നമുക്ക് പ്രസൻറ്റ് ഇവിടെ എന്താ ഇക്വേഷൻ കൊടുക്കാം. ഇവിടെ എന്ത് ഇക്വേഷനാണ് കൊടുക്കേണ്ടത്, ഈക്വൽ ടു കൗണ്ട് ഇഫ് ഫംഗ്ഷൻ കൊടുക്കുന്നു. സെലക്ട് റേഞ്ച്, നമുക്ക് എന്താണ് റേഞ്ച് വേണ്ടത്, ഇവിടെ മുതൽ ഇവിടം വരെ സെലക്ട് ചെയ്യുന്നു. കോമ പി ആണെങ്കിൽ പി ആണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ ടോട്ടൽ വരണം. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പി വന്നിട്ടുണ്ട്. എത്ര, 26% ഈ ഒരു കുട്ടിയുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഈ റേഞ്ച് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നു. കോമ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ എ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഒരു ആബ്സെൻ്റ് മാത്രമേ ഉള്ളൂ. ഇനി വീക്ക് ഓഫ് കൗണ്ട് ഇഫ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുന്നു. കോമ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ വീക്ക് ഓഫ് കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് പേജിൽ കറക്റ്റ് ഫില്ലാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഫില്ലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ആബ്സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആബ്സെൻറ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഫോർമാറ്റ് ഇടുക, ഇവിടെ ലിസ്റ്റ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ലിസ്റ്റ് ഇട്ടിട്ടില്ല. ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും.
ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ അറിയാണ്ട് എച്ച് ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വാണിംഗ് വരും, അവിടെ കൊടുക്കാൻ കഴിയില്ല. നമ്മൾ കൊടുത്ത വാലിഡേഷനിൽ മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ കൊടുക്കുക. ഇനി നെറ്റ് പ്രസൻറ്റാണ് നമുക്ക് കണ്ടത്. നെറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈക്വൽ ടു പ്രസൻറ്റ് പ്ലസ് വീക്ക് ഓഫ്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ടു പ്രസൻറ്റ് പ്ലസ് വീക്ക് ഓഫ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പം കാഷ്വൽ ലീവ്സ് ഉണ്ടെങ്കിൽ പ്രസൻറ്റ് പ്ലസ് വീക്ക് ഓഫ് പ്ലസ് കാഷ്വൽ ലീവ് ആണ് കേട്ടോ വരുത്ത്. അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ. വീക്ക് ഓഫ് ആബ്സെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യില്ലെങ്കിൽ വീക്ക് ഓഫ് കൂട്ടേണ്ടതായിട്ടില്ല, പ്രസൻറ്റ് മാത്രം എടുക്കുക. ചില സ്ഥാപനത്തിൽ കോമൺലി 30 ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് എടുക്കുക. അതായത് 31 ഉണ്ടെങ്കിലും 28 ആണെന്നുണ്ടെങ്കിലും ഒരു 30 ദിവസമാണ് ഒരു മന്തായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ലീവ് എടുത്താൽ അത് ടോട്ടൽ ഡേയ്സ് മൈനസ് ആബ്സെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ഇക്വേഷൻ കൊടുക്കുക. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു എക്സലിൽ അറ്റൻഡൻസ് മാസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്ര മാത്രമേ പണിയുള്ളൂ ഒരു അറ്റൻഡൻസ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു ഫയലും കാര്യങ്ങളെല്ലാം വേണ്ടവർ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.